ഹലോ ഗൈസ്, മാറ്റി. ഇന്ന് നമുക്കൊരു ബ്രൗണി ഉണ്ടാക്കാം. ഫ്ലോപ്പ് ആകുമോ സക്സസ് ആകുമോ എന്ന് അവസാനം കണ്ടറിയാം. ബാ. അപ്പൊ ദേ നമ്മള് ബ്രൗണിയിലേക്ക് തുടങ്ങാൻ പോവാണ്. ഇത്ര ഐറ്റംസ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. മുട്ടയുണ്ട്, ഇത് ചോക്ലേറ്റ് ബാർ ഉണ്ട്. എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ല, അതുകൊണ്ട് ഞാൻ ഓയിൽ എടുത്തു. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉണ്ട്. പിന്നെ കൊക്കോ പൗഡർ ചുമ്മാ ഞാൻ ഡെക്കറേഷൻ വെച്ചേക്കുന്ന. പിന്നെ ഇത് എന്താണ് മൈദ. പിന്നെ പഞ്ചസാരയുണ്ട്, അതെനിക്ക് പൊടിക്കണം. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഇതാ മുട്ട പൊട്ടിച്ച് ഇടുന്ന ചടങ്ങിലേക്കാണ് അത് തന്നെ ചീറ്റിപ്പോയി. സാരില്ല, നമുക്കത് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത മുട്ട. അങ്ങനെ 3 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പൊ എന്താ നന്നായിട്ട് ഇതുപോലെ പതപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് സത്യത്തിൽ ഞാൻ 2 തവണ ഉണ്ടാക്കി. അത് ഞാൻ മിക്സിയിലാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഞാൻ തെങ്ങുവിൽ നിന്ന് ഓർഡർ ചെയ്ത ഇതുകൊണ്ട് ഇത്രയും ഉപകാരപ്പെടും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് ഞാനിപ്പം ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത് പൊട്ടിച്ച് ഓയിൽ ഒഴിച്ച് ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കാൻ പോവാം. ഇതാ നമുക്ക് ഇത് പൊട്ടിക്കാം. തുടക്കം തന്നെ പാളി. ഇത് മറിഞ്ഞു പോയിട്ടു. ഇത്രയും ഡാർക്ക് ചോക്ലേറ്റ് അല്ല, ചോക്ലേറ്റ് കോമ്പൗണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു. എന്നിട്ട് ഇത് ഡബിൾ ബോയിൽ ചെയ്തൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പൊ നന്നായിട്ട് ഡബിൾ ബോയിൽ ചെയ്ത് നമ്മൾ ചോക്ലേറ്റ് ആക്കിയിട്ട് കൊതി ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ രീതിയിൽ എടുത്തിട്ടുണ്ട്. കണ്ടിട്ട് എനിക്ക് എന്താ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്? ബ്രൗണി ഉണ്ടാക്കാൻ തോന്നുന്നില്ല, ഇതിങ്ങനെ കഴിക്കാനാ തോന്നുന്നത്. അപ്പൊ എന്താണേലും ഇത് ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് നമ്മൾ വീണ്ടും ബീറ്റ് ചെയ്യും. ഓക്കെ, ഞാനത് കുറച്ച് ലാസ്റ്റ് ഇച്ചിരി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഏതെങ്കിലും കണക്കും കഴിയൊന്നുമില്ല. ഇത് എന്റെ സ്വന്തം ഒന്നുമില്ല, എന്നാലും ഞാൻ എവിടെയൊക്കെയോ കണ്ട റെസിപ്പീസ് ആണ്. അപ്പം അത് ഞാൻ കൈപ്പറ്റി ചോക്ലേറ്റ് കഴിക്കാൻ പോയതാ. ഇനി നമുക്കിത് വീണ്ടും ബീറ്റ് ചെയ്യാം. അപ്പൊ ഇത് മിക്സ് ചെയ്തിട്ട് കാണാം. അപ്പൊ ഇതെടുത്തു, ചോക്ലേറ്റ് നമ്മൾ ഇട്ടു. ഇതാരും അനുകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇത് സക്സസ് ആകുമല്ലോ എന്ന് ലാസ്റ്റ് നമുക്കറിയാം. പിന്നെ ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന ഷുഗർ, അത് അവനവന്റെ മധുരം അനുസരിച്ച് ഇടുക. ഓക്കെ, അപ്പം അത് ഇട്ടു. ഞാൻ ഇത്ര ഇടുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് ഒന്നും കൂടെ ബീറ്റ് ചെയ്യാം. ഇത്രയൊക്കെ ബീറ്റ് ചെയ്യാമോ എന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും ഞാൻ ബീറ്റ് ചെയ്യാം. ഇനിതാ ഇതിലേക്ക് ഇതിൽ ഞാൻ നമ്മുടെ മൈദ, കുറച്ച് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ലേശം ഉപ്പ്, ഇത്രയും ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഇതും കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് എൻ്റെ കയ്യിൽ കേക്കിന്റെ ഇതിന്റെ സെറ്റപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് ശരിക്കും നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്നവരാരും എന്നെ ചീത്ത വിളിക്കരുത്, കാരണം ഇത് സക്സസ് ആവില്ല എന്ന് എനിക്ക് ഉറപ്പില്ല. ഇതിലേക്ക് ഞാൻ ലേശം നമ്മുടെ മിൽക്ക് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ലേശം കുറച്ച് മിൽക്ക് കൂടെ ആഡ് ചെയ്തിട്ട് ഇനി നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം.
ഇതാ ഇപ്പൊ ഇത് ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ, ഞാനിത് കുക്കറിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാൻ കുക്കറിൽ കുറച്ച് ഓയിലോ ബട്ടർ എന്തെങ്കിലും ഇല്ല, ഞാൻ ഓയിൽ തേച്ചിട്ട് അതിലോട്ട് ഞാൻ ഇടും. അപ്പൊ ഞാനേ മറന്നുപോയതാ, നേരത്തെ കുക്കറിലല്ല ഞാൻ വെച്ചോണ്ടിരുന്നത്, ഞാൻ ഈ പാനിനകത്ത് വെച്ചോണ്ടിരുന്നത് കേട്ടോ. ഇതിൽ ഞാൻ നന്നായിട്ട് ഓയിൽ തടവിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കേക്കിന്റെ ബ്രൗണിയുടെ ബാറ്റർ ഇതിലേക്ക് ഇങ്ങനെ ഇടും. ഇങ്ങനെ കേക്ക് അല്ലെങ്കിൽ ബ്രൗണിയൊക്കെ ഉണ്ടാക്കാൻ ഇതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയപ്പോഴൊക്കെ സക്സസ് ആയിട്ടുണ്ട്. പക്ഷെ ഇത്തവണ എങ്ങനെയാവും എനിക്ക് അറിയില്ല, കാരണം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. എന്റെ സ്റ്റാൻഡും ലൈറ്റും എല്ലാം കുലുങ്ങുന്നുണ്ട്. ഇതാ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്, ഒരു വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ തട്ടിക്കൊടുക്കുന്നത്, ബബിൾസ് നിറയുണ്ട്. ഇനി ഇതിന്റെ മേളിലേക്ക് നേരത്തെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് മാറ്റി വെച്ചു, ഈ ചോക്ലേറ്റ് ചുമ്മാ 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 ഇട്ട് കൊടുക്കും. ഇത് കുറച്ച് കട്ടിയായിട്ട് സാരില്ല, കുറച്ച് ഇടുന്നുള്ളൂ, ബാക്കി ഞാൻ കഴിക്കും. ഇതൊക്കെ മതി അല്ലേ. എന്നിട്ട് ഞാൻ കുറച്ചും കൂടെ ഡെക്കറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കൊക്കോ പൗഡർ, ഇത് കയ്പായിരിക്കും മിക്കവാറും വരാൻ പോകുന്നത്, എങ്കിലും സാരില്ല, ഞാൻ കുറച്ച് കൊക്കോ പൗഡർ കൂടി ഇടും. ഇതിപ്പം സക്സസ് ആയോ ഇല്ലയോ എന്ന് ഞാൻ ഇതെടുത്ത് കഴിയുമ്പോൾ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതേ ഉള്ളു സംഭവം. ഇനി നമുക്കിത് നേരെ അടുപ്പിലേക്ക് കയറ്റാം. അപ്പൊ ഇതുപോലെ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെക്കും. ഒരു 10 മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ബാക്കി ഒരു 20 മിനിറ്റ്സ് 25 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെക്കും. എന്നിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മുടെ ബ്രൗണി ഏകദേശം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു നോക്കാം. അപ്പൊ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ചൂടൊന്ന് മാറുമ്പോഴത്തേക്ക് നമുക്കിത് കട്ട് ചെയ്ത് കഴിച്ചു നോക്കാം. അപ്പൊ ബ്രൗണി കട്ട് ചെയ്യുന്ന ചടങ്ങിലേക്കാണ്. സക്സസ് ആണോ ഫ്ലോപ്പ് ആണോ എന്ന് ഇപ്പൊ തന്നെ റിസൾട്ട് അറിയാൻ പറ്റും. പക്ഷെ ഇത് എനിക്കൊന്ന് ഡാർക്ക് ചോക്ലേറ്റിന്റെ കോമ്പൗണ്ട് അല്ല ഞാൻ എടുത്തത്, അതുകൊണ്ട് അത്ര കളറില്ല, കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. നോക്കാം. സോഫ്റ്റ് 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 ആയിട്ടിരിക്കുന്നത് കഴിച്ചു നോക്കാം. അപ്പൊ നമ്മുടെ ബ്രൗണി പീസ് ഞാൻ കഴിക്കാൻ പോവുകയാണ്. സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ സംഭവം അടിപൊളിയാണ്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്രയും ടേസ്റ്റ് തോന്നില്ല, പക്ഷെ കഴിച്ചിറക്കിയപ്പോഴത്തേക്കും അടിപൊളിയാണ്. പിന്നെ കളർ ഇച്ചിരി കുറവുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തത്, മിൽക്ക് ചോക്ലേറ്റിന്റെ ആയിരുന്നു. അപ്പം അതിന്റെ ഒരു കളർ വ്യത്യാസമുണ്ട്, പക്ഷെ ടേസ്റ്റ് അടിപൊളിയാണ്. അങ്ങനെ കറക്റ്റ് മെഷർമെന്റും കാര്യങ്ങളും ഇല്ലാത്ത കാര്യം ട്രൈ ചെയ്യണ്ട കേട്ടോ. അപ്പം അടുത്ത ഐറ്റമായിട്ട് കാണുന്നവരെ ബൈ.